തോടുകളും പുഴകളും ഇല്ലാതായി. ഇതിനെതിരെ നിങ്ങളുടെ മനസാക്ഷി ഉണരാൻ വേണ്ടി ഞാൻ എന്റെ ഒരു കൊച്ചുമോണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഭൂമിദേവിയുടെ വിലാപം. കേട്ടില്ലേ ഭൂമിദേവിയുടെ ആരോധനം? കേട്ടില്ലേ? എന്താ ഇത്? കണ്ടില്ലേ നമ്മുടെ വയറൊക്കെ മണ്ണിട്ട് നികത്തിയിട്ട് പശുവിനെ വളർത്തുക, നല്ലൊരു പാല് കുടിക്ക. ശിവ ശിവ മിൽമ തന്നെ ആശ്രയം. എന്താ നമ്പൂതിരി ഇവിടെ ഒരു പ്രശ്നം? നമ്മുടെ മരമൊക്കെ മണ്ണിട്ട് നികത്തിയിട്ട് വയലില്ല, കുളമില്ല, തോടില്ല. അതാ കണ്ടില്ലേ ആ പുഴയും മണ്ണിട്ട് നികത്താൻ തുടങ്ങി. കൊച്ചു മീനുകൾ വെള്ളമില്ലാതെ പിടിക്കുന്നത് കാണുന്നില്ലേ? ശിവ ശിവ നമ്മുടെ പുല്ല കൃഷി പോയി, നമ്മുടെ കൊഴക്ക കൃഷി പോയി, നമ്മുടെ വിരിപ്പ് കൃഷി പോയി. ഒന്നില്ലാണ്ടായില്ലേ? അല്ല നേതാവേ, ഇതിനെതിരെ പ്രതികരിക്കണ്ടേ? പ്രതികരിക്കണം. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ച് ജയിച്ചാൽ ഇതിനെതിരെ ശക്തമായി തന്നെ പോരാടണം. എങ്കിൽ നമ്മുടെ വോട്ട് നേതാവിന് തന്നെ. ഓക്കെ. ജോനാടാ നിങ്ങൾ പറഞ്ഞത് നല്ല കാര്യായി. ജോണി വാലിന്റെ ആൾക്കാരോടെല്ലാം ഈശ്വരാക്കിയോടാണ് ജോണായിനെതിരെ പ്രതികരിക്കുന്നത്. നല്ല തമാശ. മാമ അറിഞ്ഞില്ല കേട്ടോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛ ഇത് കണ്ടോ? നമ്മുടെ വയലൊക്കെ മണ്ണിട്ട് നികത്തിയിട്ട് വയലേത് തോടേത് ഒരു പിടിയില്ല. എന്താ ചെയ്യാ? ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. വരുന്ന നമ്മുടെ ഭാവിയിൽ വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വയലും പുഴയും കാണിച്ചു കൊടുക്കണമെങ്കിൽ കേരളത്തിന്റെ ഒരു ഭൂപടം തന്നെ കാണിച്ചു കൊടുക്കേണ്ട സ്ഥിതിയായിരിക്കുന്നു. നമ്മുടെ ഈ വയലും പുഴയും മികത്താൻ അനുവദിക്കാൻ പാടില്ല. ഇതിനെതിരെ നമ്മൾ ഒരുമിക്കണം. ജാതി ഭേദമന്യേ ഒരു കുടുംബമായി നിന്ന് നാം ഇതിനെതിരെ പോരാടണം. ശരിയാണ്. ഇല്ലെങ്കിൽ വരും കാല തലമുറയ്ക്ക് നമ്മുടെ സുന്ദര പ്രകൃതി വെറുമൊരു ഓർമ്മച്ചെപ്പായി മാറിയേക്കാം. നമ്മുടെ കുന്നുകൾ, നമ്മുടെ വയലുകൾ, നമ്മുടെ പുഴകൾ നമുക്ക് സംരക്ഷിക്കാം, ഒരുമിക്കാം നമ്മുടെ നാടിനു വേണ്ടി. ഈ സന്ദേശം എളിയരായ നിങ്ങൾ മനസ്സിൽ ഒരു പ്രതിജ്ഞയെടുത്ത് നമുക്ക് ഒരുമിക്കാം നമ്മുടെ ഈ നാടിനു വേണ്ടി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഈ കൊച്ചുമോണ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. ജയ് ഭാരത്. നന്ദി.
ശ്രദ്ധിക്കുക. വേദി 2 മാപ്പിളപ്പാട്ട് മത്സരം ആരംഭിക്കുന്നു.